പാത്രങ്ങൾ കഴുകുന്നത് നമുക്ക് മിക്കവർക്കും അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല, എസ്പെഷ്യലി ബാച്ചിലേഴ്സിന്. ഇതുപോലെ പാത്രം കഴുകാൻ മടിയുള്ള ഒരു വീട്ടമ്മ ഡിഷ് വാഷർ ഇൻവെന്റ് ചെയ്ത കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ദ സ്റ്റോറി ഓഫ് ഡിഷ് വാഷേഴ്സ്. 1880s ഒരു ടിപ്പിക്കൽ അമേരിക്കൻ ഹൗസ് വൈഫ് ആയിരുന്നു ജോസഫീൻ കോക്രെയിൻ. പൊതുവെ പാത്രം കഴുകാൻ മടിയായിരുന്ന ജോസഫീൻ ആ പണി അവിടുത്തെ സെർവൻസിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അവരാകട്ടെ ജോസഫിന്റെ വിലയുള്ള ചൈന പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തട്ടിപ്പൊട്ടിക്കുമായിരുന്നു. ഇത് സഹിക്കാനാവാതെയാണ് ജോസഫീൻ ഡിഷ് വാഷേഴ്സ് ഇൻവെന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിങ്ങോ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ജോസഫീൻ ഉണ്ടായിരുന്നില്ല. ഡിഷ് വാഷർ ഇൻവെന്റ് ചെയ്യണം എന്ന കാര്യത്തിൽ ജോസഫീൻ പക്ഷേ വളരെയധികം ഡിറ്റർമൈൻഡ് ആയിരുന്നു. അങ്ങനെ രാപ്പകലില്ലാതെ കുറേ നാൾ പരിശ്രമിച്ചതിന് ശേഷം ജോസഫീൻ ആദ്യത്തെ ഡിഷ് വാഷർ ഡിസൈൻ പുറത്തിറക്കി. ജോസഫീൻ്റെ ഡിഷ് വാഷർ ഡിസൈനിൽ പാത്രങ്ങൾ വെക്കാനുള്ള ഒരു വയർ കമ്പാർട്ട്മെന്റും അത് കഴുകാനുള്ള ഒരു പ്രഷർ പമ്പുമാണ് ഉണ്ടായിരുന്നത്. ഹൗസ് ഹോൾഡ്സിനെ ഉന്നം വെച്ചാണ് ഈ മെഷീൻ ഇറക്കിയതെങ്കിലും ഡിഷ് വാഷേഴ്സ് ഏറ്റവും കൂടുതൽ ഹിറ്റായത് റെസ്റ്റോറൻറ്റ്സിലായിരുന്നു. പിന്നീട് പതിയെ പതിയെ വീടുകളിലേക്കും ഡിഷ് വാഷേഴ്സ് എത്തിത്തുടങ്ങി. അതിനോടൊപ്പം തന്നെ ജോസഫീൻ്റെ കമ്പനിയും വളരെയധികം വളർന്നു. ഇപ്പോൾ ലോകത്തുള്ള മിക്ക റെസ്റ്റോറൻറ്റ്സിലും ഒരു പരിധിവരെ വീടുകളിലും മറ്റ് മെഷീൻസിനെ പോലെ തന്നെ ഒരു സ്റ്റേപ്പിളാണ് ഡിഷ് വാഷർ. പാത്രം കഴുകാൻ മടിയായിരുന്ന ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്നും ഉണ്ടായ ഒരു എക്സ്ട്രാ ഓർഡിനറി സൊല്യൂഷൻ. ഡിഷ് വാഷേഴ്സിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?